സാധാരണക്കാരെ സോളാർ വൈദ്യുതിയിൽ നിന്നകറ്റുന്ന നിർദ്ദേശങ്ങളുമായി കേരള റെഗുലേറ്ററി കമ്മീഷൻ. സാധാരണക്കാരന്റെ 1000 കിലോ വാട്ട് ഉപഭോഗം ഇനി 3 കിലോ വാട്ട് മാത്രം. ചെലവേറും 2025 നിയമ ഭേദഗതി. മാധ്യമങ്ങൾ ഭയപ്പെടുത്തുന്നത് സത്യമോ? നിയമം പ്രാബല്യത്തിൽ വന്നുവോ? പ്രധാന ബാഹുബലി ധ്യാനത്തിൽ ആണോ? ഇനി കേരളത്തിൽ സോളാർ പാനൽ വീട്ടിൽ വെച്ചാൽ പണിയാകുമോ? കേരള കട്ടപ്പ സോളാർ പാനലിനെ കൈ ഒഴിഞ്ഞുവോ? കമ്പ്യൂട്ടർ നിരോധിച്ച പോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സോളാർ പാനലിനെ കയറിൽ കെട്ടിത്തൂക്കിയോ? ഇനി കട്ടപ്പ ഭൂമിയിൽ നിന്നും കറണ്ട് കുഴിച്ചെടുക്കുന്ന മാർഗം എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തിയോ? കേരളത്തിലെ പുതിയ സോളാർ നയം ആശങ്കകളും യാഥാർത്ഥ്യങ്ങളും ശരിക്കും എന്താണ് എന്ന് നോക്കാം. കേരളത്തിൽ സോളാർ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് 2025 ഒരു പുതിയ നിയമ ഭേദഗതി വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും നിലവിൽ അങ്ങനെയൊരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച ചർച്ചകളും കരട് നിർദ്ദേശങ്ങളും മാത്രമേ പുറത്തുവന്നിട്ടുള്ളൂ. മാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകൾ സാധാരണക്കാരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എന്താണ് നിലവിലെ സാഹചര്യം? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ KSERC 2025 നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില കരട് നിർദ്ദേശങ്ങളാണ് നിലവിൽ ചർച്ചാവിഷയം. ഈ നിർദ്ദേശങ്ങൾ പ്രകാരം സോളാർ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങളിൽ മാറ്റം വന്നേക്കാം എന്നതാണ് പ്രധാന ആശങ്ക. പ്രധാനമായും നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തെ ഇത് ബാധിച്ചേക്കാം എന്നുള്ളതാണ് ഭയം. നിലവിലെ വാർത്തകൾ കരട് നിർദ്ദേശങ്ങളെക്കുറിച്ചാണ്. പുതിയ നിയമം വരുന്നതിനു മുമ്പ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കും. അതാണ് രീതി. ശ്രദ്ധിക്കുക, ഈ ഭേദഗതികൾ ഇപ്പോഴും ഡ്രാഫ്റ്റ് ഘട്ടത്തിലാണ്. KSERC പിന്നെ KSEB ഫൈനൽ ആക്കുന്നതിനു മുമ്പ് പൊതുവായാലോചന നടത്തും. സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോഴും സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭ്യമാണ്. ഇനി പുതിയ നിയമ ഭേദഗതികൾ വന്നാൽ നെറ്റ് മീറ്ററിംഗ് സംവിധാനം നിലവിൽ ഉപഭോക്താക്കൾ അവരുടെ സോളാർ പാനലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി KSEBക്ക് നൽകുകയും അതിനു പകരമായി വൈദ്യുതി ബില്ലിൽ ഇളവ് നേടുകയും ചെയ്യുന്നു. ഈ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരാം എന്നതാണ് പ്രധാന ആശങ്ക. സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനും ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്നതിനുമുള്ള ഫീസുകൾ വർദ്ധിച്ചേക്കാം എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ സാധാരണക്കാരെ സോളാർ വൈദ്യുതിയിൽ നിന്ന് അകറ്റുന്നതിന് കാരണമാകുമോ എന്ന ആശങ്കയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. നിലവിൽ സോളാർ പാനൽ വീട്ടിൽ സ്ഥാപിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സബ്സിഡി പദ്ധതികൾ ഇപ്പോഴും ലഭ്യമാണ്. ഭാവിയിൽ റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ പോലും സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് നഷ്ടകരമായി മാറാൻ സാധ്യതയില്ല. എന്നാൽ നിലവിലുള്ള ഒരു സാധാരണ കുടുംബത്തിന് 2.5 കിലോ വാട്ട് മതിയാവും. പാവപ്പെട്ട ഉപഭോക്താക്കൾക്ക് അതിനതിലേറെ വൈദ്യുതി ആവശ്യമില്ല. ഒരു സാധാരണ വീട്ടിലേക്കുള്ള ഉപയോഗം ഫാൻ, ലൈറ്റ്, TV, ഫ്രിഡ്ജ്, ഇടയ്ക്കിടെ മോട്ടോർ, ഈ എല്ലാ ഉപകരണങ്ങൾക്കുള്ള ദിവസം 6-10 യൂണിറ്റ് തീർച്ചയായും 3 കിലോ വാട്ട് പാനൽ കൊണ്ട് മതി. 3 കിലോ വാട്ട് പാനൽ ഒരു ദിവസം ശരാശരി 12-15 യൂണിറ്റ് പവർ ഉൽപ്പാദിപ്പിക്കും. പുതിയ നിയമം വന്നാലും 3 കിലോ വാട്ട് വരെ ഉള്ള ഉപഭോക്താക്കൾക്ക് പൂർണ്ണമായി നെറ്റ് മീറ്ററിംഗ് തുടരും. 40% സബ്സിഡിയും ലഭ്യമാണ്. ബാറ്ററിയും വേണമെങ്കിൽ ഒഴിവാക്കാം. അതിനാൽ പാവപ്പെട്ട ഉപഭോക്താക്കൾക്ക് പ്രയാസം ഇല്ല.